ഹലോ സീ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ കൂൺ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി അരിഞ്ഞതും നന്നായി വഴറ്റുക. അതിനുശേഷം കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് വലിയ ഉള്ളി ചേർക്കാവുന്നതാണ്. നന്നായി വഴറ്റിയതിന് ശേഷം മാത്രമേ തക്കാളി ചേർക്കാൻ പാടുള്ളൂ. അങ്ങനെ തക്കാളിയും ചേർത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് നന്നായി വേവിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം കൂണരിഞ്ഞതാണിത്, അതെടുത്ത് അതിലേക്ക് ഇടുക. അത് നന്നായി ഇളക്കുക. ഈ കൂൺ ഏത് വിധത്തിലും തയ്യാറാക്കിയാലും ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയും ചേർത്ത് നന്നായി ഇളക്കുക. ഇവിടം വരെ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ മുളക് കറി പോലെ ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ തേങ്ങാപ്പാൽ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അത് വേവാൻ മാത്രമുള്ള വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതാണ്. അപ്പോൾ വെള്ളം കൂടിപ്പോയാൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് അതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർക്കാവുന്നതാണ്. ആദ്യം ചേർക്കാവുന്നവർക്ക് ചേർക്കാം. ഞാൻ ഇതുപോലെയാണ് ചേർക്കാറുള്ളത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് തേങ്ങ അടിച്ചെടുക്കുക. അടിച്ചതിന് ശേഷം തേങ്ങാപ്പാലായത് അരിച്ച് നേരെ കറിയിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഞാൻ 1-ാം പാലും 2-ാം പാലും അങ്ങനെയൊന്നും ആക്കിയിട്ടുണ്ടായില്ല. എല്ലാം ഒരുമിച്ച് തന്നെ ആക്കി അതിലേക്ക് ഒഴിക്കാവുന്നതാണ്. അതൊഴിച്ച് ഒരു തിള വരുമ്പോൾ കീച്ചാൽ മതി. അപ്പോൾ ഓക്കെ ആയി. നല്ല കറി, അടിപൊളി കറിയായി, കൂൺ കറിയായി. അങ്ങനെ അടിപൊളി തേങ്ങാപ്പാൽ കൂൺ കറി റെഡി.